ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥയെ രക്ഷിക്കാനുള്ള പൂജകളല്ല, മോളെ രക്ഷിക്കാനുള്ള പൂജയാ. ഗോപാലമ്മ, നിങ്ങള് മോള് പൊക്കോ. എല്ലാ സങ്കടത്തിനും ഒരു പ്രതിവിധി ഉണ്ടാവും. ശരി. നിങ്ങൾ രണ്ടുപേരും അപകടത്തിൽപ്പെടരുത്. നിങ്ങളുടെ ജീവനും കൂടി ഇല്ലാതാവും. നിന്നെ നിന്റെ അമ്മയെ സ്നേഹിച്ചതിന് ഞങ്ങളുടെ ജീവൻ ഇല്ലാതാകുന്നുവെങ്കിൽ അങ്ങില്ലാതായിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ കരുതൂ. ഗോപാലമ്മ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. മോള് വാ. സുനന്ദേ, നീയും വാ. നമുക്കൊരു വണ്ടി വിളിച്ച് മോളെ പറഞ്ഞുവിടാം. അയ്യോ, അങ്ങനെയൊന്നും വേണ്ട. ഞാനങ്ങ് പൊക്കോളാം. ഞങ്ങള് വരാന്ന് പറഞ്ഞില്ലേ? നടക്ക് നടക്ക് മോളെ. വാ. അല്ല, അമ്മായി ആരെയും നോക്കി നിൽക്കുന്നെ? ഗാഥ ഇതുവരെ തിരിച്ചെത്തിയില്ല. പൂജയ്ക്കുള്ള സമയമായി. സർക്കാരിന്റെ പ്രതിനിധികളുടെ മുമ്പില് പ്രൊജക്ട് അവതരിപ്പിക്കാൻ പോയതല്ലേ? അല്ല മായി, ഈ പ്രൊജക്ട് അവതരിപ്പിക്കുന്ന നന്നായില്ലെങ്കിൽ അവര് പിടിച്ച് ജയിലിലിടുവോ? അല്ല, ഞാൻ സംശയം കൊണ്ട് ചോദിച്ചതാ. അല്ലെങ്കിൽ പ്രൊജക്ട് അവതരിപ്പിച്ച് പരാജയപ്പെട്ടപ്പോ എവിടേക്കെങ്കിലും ഓടിയിട്ടുണ്ടാവും. നാണക്കേടല്ലേ? മോളെ കീർത്തി, ഒരു പെൺകുട്ടി അവളുടെ അമ്മയെ പോലെ ആകുന്നത് ഒരു നല്ല കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ നിർമ്മലയുടെ അസൂയയും കുശുമ്പും അതേപോലെ പഠിച്ചു നടക്കുന്ന നിനക്ക് വാശിയൊന്നും വേണ്ട. മനസ്സൊന്ന് നന്നാക്കിക്കൂടെ കുട്ടി? എന്നിട്ടൊരു സഹോദരിയായി ഗാഥയെ കണ്ടൂടെ? എങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാലോ നിനക്ക്. കഷ്ടം. ആ, വരുമ്പോ ചോദിച്ചു നോക്ക് എന്താ സംഭവിച്ചെന്ന്. എന്താ നിങ്ങളിത് എവിടെയാടാ? പൂജയ്ക്കുള്ള സമയമായി. ഗാഥ ഇതുവരെ അങ്ങോട്ട് എത്തിയില്ലേ? അപ്പൊ ഗാഥ നിന്റെ കൂടെ ഇല്ലേ? അമ്മേ, പ്രോജക്റ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാനും മാണിക്കുഞ്ഞും കൂടെ ഒരു പ്രോപ്പർട്ടി കാണാനായിട്ട് പോയി. ഓഫീസിലൊന്ന് കയറേണ്ട കാര്യമുണ്ടായിരുന്നു. അയാള് സിത്താര മേഡത്തിന്റെ അടുത്തേക്കാ പോയിരിക്കുന്നത്. ഗാഥമോളെ ഞാൻ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. മോനൊരു കാര്യം ചെയ്, സിത്താരയുടെ വീട് വരെ പോയി ഗാഥമോളെ പിക്ക് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. പൂജയുടെ സമയം തെറ്റിയ അറിയാലോ പ്രശ്നങ്ങള്. ടെൻഷനൊന്നും വേണ്ടമ്മേ, ഞാൻ അയാളെ കൂട്ടിട്ട് ഇപ്പൊ തന്നെ വന്നോളാം. ഞങ്ങള് വരുന്നതിന് മുമ്പേ ഈ ടെൻഷനൊന്നും അമ്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കൊന്നും വേണ്ടാട്ടോ. ശരി. മാണിക്കുഞ്ഞ്, ഗാഥ ഇതൊരു വീട്ടിലെത്തിയിട്ടില്ല. അമ്മ അതിന്റെ ടെൻഷനില്ല. നമുക്ക് സിത്താര മാമിന്റെ അവിടേക്ക് പോയിട്ട് അയാളൊന്ന് പിക്ക് ചെയ്യാം. ഓക്കെ സാർ. താനന്ന് അങ്ങോട്ട് വിട്. എന്തായാലും പുറത്തിറങ്ങിയത് നന്നായി മാം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ ഗാഥ മാഡം ഹാപ്പിയായി. ആർ യു ഹാപ്പി മോളെ? ഓക്കെ മമ്മി. പക്ഷെ ഈ സന്തോഷം ഇവിടെ കൊണ്ട് നിർത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചു നേരം കൂടി ഡ്രൈവ് ചെയ്യാം. എങ്ങോട്ടെങ്കിലും ദൂരേക്ക് ആയിക്കോട്ടെ. മോളൊരു സ്ഥലം പറ. എനിക്കിഷ്ടമുള്ള സ്ഥലം കളരിക്കലാണ്. അങ്ങോട്ട് മമ്മി എന്നെ കൊണ്ടുപോവില്ലല്ലോ. മോളെ, ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് എന്നെ പോയാലോ? അത് നല്ല ദൂരമല്ലേ? മമ്മി എന്നോട് എന്താ പറഞ്ഞത്? ഒരു ദൂരയാത്ര എന്നല്ലേ? ഓക്കെ, എഗ്രീഡ്. നമ്മള് ആതിരപ്പള്ളിക്ക് തന്നെ പോകും. സന്ധ്യയാവുന്നവരെ അവിടെ ഇരുന്നിട്ട് നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓക്കെ?
ഓക്കെ. എന്റെ മോക്ക് എന്താണോ സന്തോഷം അത് തന്നെ എന്റെയും സന്തോഷം. ചെന്നുകയർ. മോള് ചെല്ല്. ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. പൂജകളൊക്കെ നന്നായി ചെയ്യണം. ഇത് ഗാഥയെ രക്ഷിക്കാനുള്ള പൂജകളല്ല, മോളെ രക്ഷിക്കാനുള്ള പൂജയാ. ഗോപാലമ്മ, നിങ്ങള് മോള് പൊക്കോ. ആ. എല്ലാ സങ്കടത്തിനും ഒരു പ്രതിവിധി ഉണ്ടാവും. ശരി. സുനന്ദേ, നവീനോട് സത്യസന്ധമായി കൃഷ്ണയ്ക്കൊരു ഇഷ്ടമുണ്ടോ? എനിക്കത് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല. അങ്ങനെ ഒരു ഇഷ്ടം കൃഷ്ണമോളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കൂട്ടണം. നവീനെ വിട്ടുപിരിയാൻ കൃഷ്ണയ്ക്ക് ഒരു കാരണവശാലും തോന്നരുത്. എന്തൊക്കെയാ ഗോപാലേട്ട ഈ നടക്കുന്നെ? ആർക്കും ഉത്തരവില്ലാത്ത കുറെ ചോദ്യങ്ങള്. എങ്ങനെ കൂട്ടിക്കിഴിച്ച് നോക്കിയാലും ഒരു ഉത്തരത്തിലെത്താൻ പറ്റുന്നുമില്ല. കളരിക്കലുള്ളത് നാഗദോഷമാണ്. കുഞ്ഞുനാള് മുതല് 100 പാലും കൊടുത്ത് നാഗത്താമാരെ സന്തോഷിപ്പിച്ച പെൺകുട്ടിയാ അവള്. അവൾക്ക് അവിടേക്കൊരു വഴി വെട്ടിയിട്ടുണ്ടെങ്കിൽ അതാ നാഗദേവതകൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യ. നവീന്റെ പെണ്ണ്, കളരിക്കലെ മരുമകള്, അതിനൊരൊറ്റ പേരേ ഉള്ളൂ, അത് കൃഷ്ണയെന്ന് മാത്ര. എന്താടോ? ഇപ്പൊ പോയത് സിത്താര മാഡത്തിന്റെ കാറാ. അതിൽ ഗാഥ മാഡമുണ്ട്.